ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കാണിക്കുന്നുള്ളത്. ഇന്ന് ഈവനിങ് സ്കൈയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് എന്ന് പറയാനൊന്നും പറ്റില്ല, നമ്മളെ വീടിൻ്റെ അടുത്തൊരു ചെറിയ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരുവാന്ന് ചെയ്തേ. കുറേ ആയി പഴംപൊരിയെല്ലാം കഴിക്കാൻ തോന്നിയിട്ട്. അപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്സായിട്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഷോപ്പ് വരുന്നത്. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ള കുറച്ച് 2-3 സാധനമേ ഉള്ളൂ. 2 ബിങ്കോൻ്റെ ലേസും പിന്നെ മൈദപ്പൊടിയും മാത്രം. ബാക്കിയെല്ലാം വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ ഞാൻ അരിപ്പൊടിയും അങ്ങനെയുള്ളതൊന്നും ചേർക്കില്ല. ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് മിക്സ് ആക്കലുണ്ട്, വേറെ ഒന്നുമില്ല. മൈദ, ഷുഗർ, ഉപ്പ്, പിന്നെ എന്താ പറയുക, ടേമറിക് പൗഡർ, ഇതന്നെല്ലാം യൂസ് ആക്കലുള്ള. വേറെ ഒന്നും കാര്യമായിട്ട് യൂസ് ആക്കിയിട്ടില്ല. സാധാ നോർമൽ പഴംപൊരി പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ കൺസിസ്റ്റൻസിയിലായിരുന്നു ബാറ്റർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പഴം പിന്നെ കുറച്ച് കട്ടാക്കാനുണ്ടായിരുന്നു. ആകെ 4 പഴം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് അത്യാവശ്യം ഉണ്ടാവും. നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കും എനിക്കും മോനിക്കെല്ലാം അത്യാവശ്യം അതന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് കട്ടാക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് കട്ട് ചെയ്യാന്ന് ചെയ്തേ. ഞാൻ മാക്സിമം നല്ല നൈസായിട്ടാണ് പഴം കട്ടാക്കൽ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കിങ്ങനെ കട്ടിയുള്ള ടൈപ്പ് പഴംപൊരി ഇഷ്ടമല്ല. പിന്നെ പാനെല്ലാം ചൂടാക്കിയിട്ട് നമ്മളത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തത്, എണ്ണയെല്ലാം ഒഴിച്ചിട്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുള്ളത്. പിന്നെ പഴംപൊരി ഒരു സൈഡിൽ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ചായക്ക് പാലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയെല്ലാം എനിക്ക് ഇങ്ങനെ ആറ്റിയിട്ടുള്ള ചായയാണ് ഇഷ്ടം കൂടുതൽ. ഇങ്ങനെ കുറച്ച് ബബിൾസ് എല്ലാം വന്നിട്ടുള്ള ടൈപ്പ് ചായ. അപ്പോൾ ഞാനും ഉമ്മയും ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കുറച്ച് പഴംപൊരി, ഇതെല്ലാം എനിക്കുള്ളതല്ല കേട്ടോ. ഞാനും ഉമ്മയും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് വീടിൻ്റെ സൈഡിലൊരു ബോഗൺവില്ലുണ്ട്. അതുമ്മ കുറേ മുന്നേ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഫ്ലവർ ചെയ്തിട്ട് വരുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്സ് എടുത്തു. പിന്നെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ മുരിങ്ങൻ്റെ ഇല ഉപ്പേരിയും പിന്നെ മുരിങ്ങക്കായും ചെമ്മീനും കൂടി ഉമ്മ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കഴിച്ചേ. ഇപ്പോൾ കുറേ ആയി ഞാൻ ചെമ്മീൻ കഴിക്കാണ്ടായിട്ട്. അപ്പോൾ ഇന്ന് ആ കറി കൂട്ടിയിട്ടാണ് കഴിച്ചത്. അല്ലെങ്കിൽ ഞാൻ മുരിങ്ങയ്ക്ക മാത്രം കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും വിശന്നപ്പം ഞാൻ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു ലേസ് എടുത്തിട്ട് പൊട്ടിച്ചിട്ടായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശന്നപ്പോൾ ഞാൻ ഒരു മുസമ്പി ഉപ്പിട്ടിട്ട് കഴിക്കുന്നുണ്ട്. എനിക്ക് വെറുതെ കഴിക്കുന്നത് ഇഷ്ടമല്ല, ഉപ്പിട്ടിട്ടാവുമ്പോൾ ഞാൻ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ട് കഴിക്കുന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.